തിരുവനന്തപുരം വിതുരയിൽ വയോധികനെ വാഹനമിടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ വാഹനം ഓടിച്ചിരുന്നത് വില്ലേജ് ഓഫീസർ എസ് പ്രമോദ് ഇന്ന് വിതുര പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. പ്രമോദ് ഓടിച്ച കാർ വിതുര പോലീസ് സ്റ്റേഷന് മുന്നിൽ 3 ദിവസം മുൻപ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. വിതുര സ്വദേശി മണിയൻ സ്വാമിയാണ് മരിച്ചത്. റിനു ശ്രീധർ വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്തുനിന്ന് റിനു, എന്താണ് ഈ വില്ലേജ് ഓഫീസർ പറയുന്നത്? ഈ അപകടം എങ്ങനെയുണ്ടായി? അതിനുശേഷം രക്ഷപ്പെട്ടു എസ് പ്രമോദ് എന്ന വില്ലേജ് ഓഫീസർ, വാഹനം ഉപേക്ഷിക്കുകയും ഒക്കെ ചെയ്തു. എന്താണ് സംഭവിച്ചതെന്നാണ് ഇദ്ദേഹം പോലീസിനോട് പറയുന്നത്? വിജയകുമാർ, കിളിമാനൂരിൽ SHOയുടെ വാഹനമിടിച്ച 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ആ കാര്യമൊക്കെ തന്നെ പുറത്തു വരുന്നതും ഒരു വയോധികൻ മരിച്ചതും ഇന്നിപ്പോൾ SHOയെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോയത്. ആ ഒരു നടുക്കം മാറുന്നതിന് മുമ്പാണ് തിരുവനന്തപുരം വിതുരയിൽ കഴിഞ്ഞ 9-ാം തീയതി രാത്രി 12 മണിയോടുകൂടി ഒരു വയോധികന്റെ ഒരു മരണം സ്ഥിരീകരിക്കുന്നു. റോഡിൽ വാഹനമിടിച്ച നിലയിലാണ് കാണുന്നത്. അത് ഒരു വില്ലേജ് ഓഫീസറുടെ വാഹനമാണ് എന്നുള്ളത് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഈ വിതുര പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ തന്നെ ഒരു കാർ, എക്സ്ട്രാ വിഭാഗത്തിൽപ്പെട്ട ഒരു കാർ മൂടിയിട്ട നിലയിൽ ടാർപോളിൻ കൊണ്ട് അല്ലെങ്കിൽ കാർ ബാഗ് കൊണ്ട് മൂടിയിട്ട നിലയിൽ കാണപ്പെടുന്നു. അത് പരിശോധിക്കുമ്പോഴാണ് ഇത് ആർനാട് വില്ലേജ് ഓഫീസറായിട്ടുള്ള സി പ്രമോദിൻ്റെതാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. തുടർന്ന് പ്രമോദിനെ ഇന്നിപ്പോൾ വിളിച്ചു വരുത്തുകയായിരുന്നു. വിളിച്ചു വരുത്തിയപ്പോഴാണ് ഈ വയോധികനെ ഇടിച്ചിട്ടതിനു ശേഷം കാർ അവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ടതാണ് എന്നുള്ളത് അദ്ദേഹം സമ്മതിക്കുന്നത്. മൊഴിയായി നൽകിയിരിക്കുന്നത് തൻ്റെ അമ്മയ്ക്ക് ഇൻസുലിൻ വാങ്ങാൻ വേണ്ടി പോവുകയായിരുന്നു എന്നുള്ളതാണ്. ആ തിരക്കിനിടയിൽ ഇടിച്ചിട്ടു, പക്ഷേ നിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അമ്മയുടെ ജീവനായിരുന്നു ഏറ്റവും വലുത് എന്നുള്ള ഒരു കാരണം കാണിക്കലാണ് അദ്ദേഹം പോലീസിനോട് മൊഴിയായി നൽകിയിരിക്കുന്നത്. എന്തായാലും വില്ലേജ് ഓഫീസർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. അദ്ദേഹത്തിന് കോടതിയിൽ ഹാജരാക്കുമെന്നുള്ള ഒരു വിവരമാണ് ലഭിക്കുന്നത്. ഈ മണിയൻ സ്വാമി എന്ന് പറയുന്ന വ്യക്തി വീടൊന്നും ഇല്ലാത്തതിനാൽ വിതുര ജംഗ്ഷനിലെ വെയിറ്റിംഗ് ഷെഡിലാണ് കിടന്നുറങ്ങുന്നത്. ആ വെയിറ്റിംഗ് ഷെഡിലേക്ക് നടന്നു പോകുന്നതിനിടയിലാണ് ഈ വാഹനം ഇടിച്ചത് എന്നുള്ളതാണ്. അന്ന് തന്നെ പോലീസിന് 1-2 വാഹനങ്ങളുടെ നമ്പർ ട്രേസ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. പക്ഷേ ആ വാഹനം കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. ഈ വാഹനം കണ്ടെത്തിയതോടുകൂടി ആ നമ്പർ സ്ഥിരീകരിക്കുകയും ഈ പ്രമോദിനെ വിളിച്ചു വരുത്തുകയും ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വിജയകുമാർ. യെസ്, ഈ പ്രമോദ് ഓടിച്ച വാഹനം വിതുര പോലീസ് സ്റ്റേഷന് മുന്നിൽ 3 ദിവസം മുൻപ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇദ്ദേഹം ഹാജരാവുകയും ഈ മൊഴി നൽകുകയും ചെയ്തത്. വിതുര സ്വദേശി മണിയൻ സ്വാമിയാണ് മരിച്ചത്. റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.